ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. HMV വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. ശ്വാസകോശ രോഗങ്ങളിൽ അസാധാരണ വർധനവില്ലെന്നും കേന്ദ്രം. കുറ്റവാളികളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര അറിയിപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഭാരത് പോൾ പോർട്ടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രകാശനം ചെയ്തു. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഒഡീഷയിൽ നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും. 3ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അസമിൽ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 30ലേറെ മരണം. വാർത്തകൾ വിശദമായി. HMV വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്ത് നിലവിലില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ശ്വാസകോശ രോഗബാധയിൽ രാജ്യത്ത് അസാധാരണ വർധന ഉണ്ടായിട്ടില്ലെന്നും ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ വ്യക്തമാക്കി. 2001 മുതൽ ലോകവ്യാപകമായി കണ്ടുവരുന്ന വൈറസാണ് HMV. ശൈത്യകാലത്ത് ശ്വാസകോശ രോഗങ്ങളിൽ വർധനയുണ്ടാകുന്നത് സാധാരണ പ്രതിഭാസം മാത്രമാണെന്നും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രതിരോധ നടപടികൾ അവലോകനം ചെയ്തുകൊണ്ട് ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കി. HMV പ്രതിരോധം സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കാനും സംസ്ഥാനങ്ങളോട് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. സോപ്പും ജലവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക, രോഗലക്ഷണമുള്ളവരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക തുടങ്ങിയവയിലൂടെ HMV വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. HMV വൈറസുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു. CBI വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് ഇന്റർപോൾ നൽകുന്ന റെഡ് നോട്ടീസ് ഉൾപ്പെടെയുള്ള അറിയിപ്പുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ ഭാരത് പോൾ പോർട്ടൽ സഹായിക്കും. മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത്, തീവ്രവാദ പ്രവർത്തനങ്ങൾ, മനുഷ്യക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പുതിയ സംവിധാനം സഹായിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. कई सारे अपराधियों ने दुनिया के अलग अलग देशों में बैठकर अपराध कर हमारे कानून की रीच के बाहर रहे हैं. अब समय आ गया है कि हम आधुनिक व्यवस्थाओं का उपयोग कर कानून की रीच के बाहर रहे विदेश में बैठे हुए अपराधी और हमारे देश में अपराध कर विदेश भागे हुए अपराधी को हमारी कानून की नेट के अंदर ला पाए. ചടങ്ങിൽ 35 CBI ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡലും ശ്രീ അമിത്ഷാ സമ്മാനിച്ചു. ഒഡീഷയിൽ നാളെ ആരംഭിക്കുന്ന 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യൻ പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രവാസി ഇന്ത്യക്കാർക്കിടയിൽ അടുപ്പം സൃഷ്ടിക്കുന്നതിനും പരസ്പരം സംവദിക്കുന്നതിനും സമ്മേളനം വേദിയൊരുക്കും. പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭുവനേശ്വറിലെത്തി. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസായി ആഘോഷിക്കുന്നത്. പ്രവാസികൾക്ക് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ വികസനയാത്രയിൽ മികച്ച സംഭാവനകൾ ഊട്ടിയുറപ്പിക്കുന്നതിനുമുള്ള പ്രധാന വേദിയാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് പറഞ്ഞു. I am very happy that this year, largest ever delegation of Pravasis is headed towards Odisha for participating in the Pravasi Bharatiya Divas Convention. PVD this year is also very special for the diaspora as it features a never before and a landmark exhibition being mounted by the National Archives of India. This exhibition is based on a project done by the Embassy of India earlier this year. We wish our Pravasis all the best for their participation. ആന്ധ്രാപ്രദേശിൽ 2 ലക്ഷം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. വിശാഖപട്ടണത്തിന് 1,85,000 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അത്യാധുനിക NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ഗ്രീൻ ഹൈഡ്രജൻ ഹബ് പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി 19,500 കോടി രൂപയുടെ റെയിൽ റോഡ് വികസന പദ്ധതികൾക്കും സംസ്ഥാനത്ത് തുടക്കം കുറിക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. 70 അംഗ ഡൽഹി നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 23 അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ്.
ആം ആദ്മിയും ബിജെപിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തിന്റെ പുസ്തക തലസ്ഥാനമെന്ന പദവി നേടാൻ ഏറ്റവും യോഗ്യതയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളിൽ നടക്കുന്ന പുസ്തകോത്സവങ്ങൾ വായനയ്ക്ക് സംസ്ഥാനം നൽകുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദന് മുഖ്യമന്ത്രി നിയമസഭാ അവാർഡ് ചടങ്ങിൽ സമ്മാനിച്ചു. ഈ മാസം 13 വരെ നടക്കുന്ന പുസ്തകമേളയിൽ 160-ലേറെ ദേശീയ അന്തർദേശീയ പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും. വൈകുന്നേരം 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന്റെ 4ാം ദിനമായ ഇന്ന് 25 വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തവും ഇതേ വേദിയിൽ അരങ്ങേറും. ഹൈസ്കൂൾ വിഭാഗം മലയാള നാടക മത്സരം ടാഗോർ തിയേറ്ററിൽ പുരോഗമിക്കുകയാണ്. മറ്റ് ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, മോണോ ആക്ട്, ചവിട്ടുനാടകം, നാടോടി നൃത്തം, നാടൻപാട്ട്, കഥാപ്രസംഗം എന്നിവയും വിവിധ വേദികളിലായി അരങ്ങേറുകയാണ്. നാളെ വൈകുന്നേരം നടക്കുന്ന കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ ചലച്ചിത്രതാരം ടൊവിനോ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വികസിത ഭാരത് യുവ നേതൃ സംഗമത്തിൽ പങ്കെടുക്കുന്ന കേരള സംഘത്തിന് രാജ്ഭവനിൽ യാത്രയയപ്പ് നൽകി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധികൾക്ക് ആശംസകൾ നേർന്നു. മേര യുവ ഭാരത് പോർട്ടലിൽ വിവിധ ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായ 39 പേരാണ് സംഘത്തിലുള്ളത്. ഈ മാസം 10, 11, 12 തീയതികളിൽ ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ വികസിത് ഭാരതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻപിൽ സംഘം അവതരിപ്പിക്കും. അസമിൽ ദിമ ഹസാവോ ജില്ലയിൽ കാൽക്കരി ഖനിയിൽ കുടുങ്ങിയ 9 തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. സൈന്യവും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 300 അടി താഴ്ചയുള്ള കോറയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തൊഴിലാളികൾ ഖനിയിൽ കുടുങ്ങുകയായിരുന്നു. ഖനിയിലെ ജലനിരപ്പ് 100 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിൽ വിശാഖപട്ടണത്ത് നിന്നുള്ള നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടിയതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 30-ലേറെ മരണം. ഇന്ന് രാവിലെ 6:35-നാണ് റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. 35-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക റിപ്പോർട്ട്. ലോബുഷയിൽ നിന്ന് 93 കിലോമീറ്റർ മാറിയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ടിബറ്റൻ മേഖലയിലെ സിസാങ് നഗരത്തിലാണ് ഏറെ ആൾനാശം റിപ്പോർട്ട് ചെയ്തത്. ബീഹാർ, പശ്ചിമബംഗാൾ, സിക്കിം, ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചെറിയ തോതിൽ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നാളെ വരെ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മൂടൽമഞ്ഞ് വിമാന, റെയിൽ ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. അതിശൈത്യത്തെ തുടർന്ന് ബീഹാറിലെ പട്ന, ഗയ, സരൻ, ഷേഖ്പുര തുടങ്ങിയ വിവിധ ജില്ലകളിലെ സ്കൂളുകൾക്ക് ജനുവരി 11 വരെ അവധി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിൽ ഈ മാസം 10 വരെ അതിശൈത്യം തുടരും. സിക്കിം, അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ഇന്ന് ആലിപ്പഴ വർഷത്തിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഇന്ത്യ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നാളെ FC ഗോവ ഹൈദരാബാദ് FC നേരിടും. ഗോവയിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന കളിയിൽ മുംബൈ സിറ്റി FC ഈസ്റ്റ് ബംഗാൾ FCയെ 2-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കോലലംപൂരിൽ നടക്കുന്ന മലേഷ്യ സൂപ്പർ 1000 ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം പ്രീ ക്വാർട്ടറിൽ കടന്നു. തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ താരങ്ങൾ അവസാന 16-ൽ ഇടം പിടിച്ചത്. പുരുഷ സിംഗിൾസിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും പ്രിയാൻഷു രജാവത്തും HS പ്രണോയും കളത്തിലിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. HMV വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. ശ്വാസകോശ രോഗങ്ങളിൽ അസാധാരണ വർധനയില്ലെന്നും കേന്ദ്രം. കുറ്റവാളികളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര അറിയിപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഭാരത് പോൽ പോർട്ടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രകാശനം ചെയ്തു. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഒഡീഷയിൽ നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും. 3ാമത് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അസമിൽ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 30-ലേറെ മരണം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.